നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്നോട്ട് പോവുകയല്ലാതെ ഇതിനൊരു പരിഹാരമില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് നമ്മുടെ CPI. കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഫേസ്ബുക്കിൽ ഫോട്ടോയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കെട്ടിയൊക്കെ പിടിച്ച് നിന്നിട്ട് ഭയങ്കര ഒരു ഫോട്ടോ ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോയൊക്കെ കണ്ടു. ഇപ്പം നമ്മൾ വിചാരിച്ച പ്രശ്നം അതോടുകൂടി തീർന്നു, ഇനി നല്ല രീതിയിൽ അങ്ങ് പോകുമെന്നൊക്കെ. പക്ഷെ പിറ്റേന്ന് പിന്നെ കേൾക്കുന്നത് 4 മന്ത്രിമാരുടെ രാജിയാണ്. ഇപ്പോൾ അതാണ് ഒരു ചർച്ച. PM ശ്രീ ഒന്നെങ്കിൽ അത് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും പോകുന്നത്. അതേസമയം തന്നെ ഇവിടെ 4 മന്ത്രിമാരുടെ രാജി ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാകാം, ചിലപ്പോൾ അത് 2 പേരാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു തർക്കം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കൃഷ്ണേന്ദു ഈ പറയുന്നത് പോലെ തർക്കം അവിടെ നിൽക്കട്ടെ. ഈ PM ശ്രീ പദ്ധതി മലയാളികൾ അറിയുന്നത്, നമ്മൾ ജനം അറിയുന്നത് ഒക്ടോബർ തലേന്ന്, അതായത് രാത്രിയിൽ 22-ാം തീയതി അല്ലേ, 20-ാം തീയതി 22-ാം തീയതി ഒപ്പുവെക്കുന്നു എന്നുള്ള തരത്തിലാണ് അറിയുന്നത്. മാധ്യമങ്ങൾ അറിഞ്ഞത് വഴിയാണ് CPI അറിയുന്നത്. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ MA ബേബി വരെ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. അപ്പോൾ ഈ രാത്രിക്ക് രായ്മാനം ഒരു കള്ളന്മാരെ പോലെ മുഖ്യമന്ത്രിയും ശിവൻകുട്ടി മാത്രം അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഒപ്പിട്ടതെന്നൊരു ചോദ്യം. പക്ഷേ പിന്നീട് പുറത്തു പറയുന്നത് അത് 16-ാം തീയതി തന്നെ, ഒക്ടോബർ 16-ന് തന്നെ, അതായത് ഒരാഴ്ച മുൻപ് തന്നെ ഇത്തരത്തിൽ അതിൻ്റെ ധാരണാപത്രം വരികയും ഒപ്പിട്ട് കസ്റ്റഡി വെക്കുകയും 20-ാം തീയതി എങ്ങാണ്ട് മന്ത്രിസഭാ യോഗം വിളിക്കുകയും അതിനകത്ത് പ്രത്യേകിച്ച് ആരെയോ ഈ പറയുന്ന CPIയിലെ നേതാക്കൾ മന്ത്രിമാരുൾപ്പെടെ ഇത് ചർച്ചാ വിഷയമാക്കുകയും ഇത് ഒരിക്കലും ഒപ്പിടരുതെന്ന് ആവശ്യപ്പെടുക. ഒപ്പിട്ട് വെച്ചിട്ടാണ് മന്ത്രിസഭ യോഗം നടക്കുമ്പോൾ ഓൾറെഡി ഒപ്പിട്ട് വെച്ച സംഗതി, ഇത് ഇങ്ങനൊരു സംഗതി വന്നെന്ന് പോലും അറിയിക്കാതെ ആ മന്ത്രിസഭാ യോഗത്തിൽ പോലും CPI പറഞ്ഞിരുന്നു ഇത്തരത്തിൽ നിങ്ങൾ ആ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടരുത്. എന്നിട്ടും മിണ്ടാതിരിക്കുന്ന മിനിസ്റ്ററും അല്ലെങ്കിൽ CPIയും മന്ത്രിമാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഇത് ഒക്ടോബർ മാസത്തിലല്ല, 2024 തന്നെ PM ശ്രീ പദ്ധതിയുമായി മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്ന രതീഷ് കാളിയാടൻ നേരിട്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുകയും കത്തിടപാട് നടത്തുകയും ചെയ്തിരുന്നു അത്രേ. അങ്ങനെ കത്തിടപാട് നടത്തിയതിന് ശേഷം 2024 മാർച്ച് 30-ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന റാണി ജോർജ് എന്ത് ചെയ്തു, അത് കേന്ദ്രത്തെ അറിയിക്കുകയും അതിന് കൃത്യമായിട്ട് ധാരണ എത്തുകയും ചെയ്തു, അതിന് സമ്മതം അറിയിക്കുകയും ചെയ്തു കേന്ദ്രം. അപ്പോൾ 2024 തന്നെ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട്, CPIയെ വിഡ്ഢികളാക്കിക്കൊണ്ട്, CPMൻ്റെ അണികളെയും മറ്റുള്ള നേതാക്കന്മാരെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട്, MA ബേബിയെ പോലും, ദേശീയ നേതൃത്വത്തെ പോലും വിഡ്ഢികളാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രി ശിവൻകുട്ടിയും കൂടെ മാത്രം ചേർന്നുണ്ടാക്കിയ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഡയറക്റ്റ് ചേർന്നുണ്ടാക്കിയ ഈ ധാരണാപത്രം എന്തിനാണ് പൊതുജനത്തെ വിഡ്ഢികളാക്കിയത്? 2024 ഇത്തരത്തിൽ ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കവേ പിന്നെന്തിനാണ് പൊതുജന സമക്ഷം പറഞ്ഞത് ഞങ്ങൾ കാവ്യവൽക്കരിക്കില്ല, ഞങ്ങൾ പൊതുവിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരിക്കത്തില്ല, RSSൻ്റെ ഒരു അജണ്ടയും ഞങ്ങൾ കൊണ്ടുവരില്ല, ഇങ്ങനെ വാതോരാതെ എന്തിനാണ് മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ വന്നത്, ഞങ്ങൾ ആരുടെയും ഇതിൽ പിടിവീഴില്ല എന്ന് പറഞ്ഞത്? ഇപ്പോൾ സ്റ്റാലിൻ്റെ നെഞ്ചത്തുകൂടി വെടിവെക്കുന്ന തരത്തിലായി പോയി പിണറായി വിജയൻ. സ്റ്റാലിൻ അപ്പോൾ പിണറായി വിജയനെ പറ്റി പറഞ്ഞ വാക്കുകൾ എവിടായിപ്പോയി അല്ലേ? ഇരട്ടച്ചങ്കൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന CPIഎമ്മിൻ്റെ അണികളെ എന്ത് പറഞ്ഞാണ്, എന്തൊരു നാണം കെട്ട അവസ്ഥയായിപ്പോയി അല്ലേ ഇവർക്കൊക്കെ. SFIയുടെ കുട്ടി നേതാക്കന്മാരെ കാണാനില്ല, എവിടെയോ ഏതോ താവളത്തിൽ പോയി ഒളിച്ചു എന്നാണ് കേൾക്കാൻ അറിയുന്നത്. ഇനി അവരെങ്ങനെ മുഖം നോക്കി അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിലേക്ക് എങ്ങനെ ഇറങ്ങി വരും? വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിൽ SFI പ്രവർത്തകർ എങ്ങനെ ഇറങ്ങി വരും? DYFI പ്രവർത്തകർ എങ്ങനെ ഇറങ്ങി വരും? നാണം കിടിയിപ്പിച്ചില്ലേ ഈ മുഖ്യമന്ത്രിയും മന്ത്രി ശിവൻകുട്ടിയും കൂടെ. ഒന്ന് ആലോചിച്ച് നോക്ക്. PM ശ്രീയിലെ NEP ഇപ്പോൾ പറയുന്ന പുതിയ കാര്യങ്ങളാണ്. NEP സിലബസിലെ എല്ലാം അതുപോലെ തന്നെ നടപ്പാക്കണ്ട സംസ്ഥാനം, അതായത് കേരളത്തിന് വേണ്ടി മാത്രം, കേരള സംസ്ഥാനത്തിന് വേണ്ടി മാത്രം കേന്ദ്രം ചില കൺസിഡറേഷൻ കൊടുക്കുന്നു അത്രേ. എന്ത് കൺസിഡറേഷനാണ്? സിലബസ് ഇഷ്ടമുള്ള രീതിയിൽ കേരളത്തിന് പഠിപ്പിക്കാം എന്നുള്ള, NEPയിലെ എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ട് നടത്തേണ്ട കാര്യമില്ല എന്ന് കേരളത്തിന് മാത്രം. അത് എങ്ങനെ ധാരണയാവുന്നു? കേരളത്തിന് മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരുമായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് പോകുന്നത്? ഇവർ തമ്മിലുള്ള കച്ചവടം എന്താണ്?
ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷം. എന്താണ് കച്ചവടം? 10-ാം തീയതി മുഖ്യമന്ത്രി എന്തിന് അമിത്ഷായെ കാണാൻ പോയി? ഈ ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ്? മറ്റേതെങ്കിലും ബിസിനസ്സാണ്? എന്തെങ്കിലും കൂട്ടുകച്ചവടങ്ങളുണ്ടോ എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ മറവിൽ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മറവിൽ എന്ത് കൂട്ടുകച്ചവടമാണ് ഭാവി തലമുറയെ വെച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഏറ്റെടുത്തത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് വിദ്യാഭ്യാസം കൺകറന്റ് പട്ടികയിൽ, അതായത് കരിക്കുലം, അതായത് നമ്മുടെ പാഠപുസ്തകത്തിലെ ഇതൊന്നും ഈ ഒരു രീതിയിൽ കേരളം കൊണ്ടുപോകേണ്ട കാര്യമില്ല, കേരളത്തിൽ എല്ലാം പഠിപ്പിക്കേണ്ട കാര്യമില്ല, സംസ്ഥാനത്തിന് എന്ത് വേണമെന്ന് വെച്ചാൽ തീരുമാനിക്കാം. കേരളം ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ സാക്ഷരതയിൽ 1-ാം സ്ഥാനം നിൽക്കുന്നത് കൊണ്ടും വിദ്യാഭ്യാസ രംഗത്ത് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും കേരളത്തിന് തന്നെ കേരളത്തിൻ്റെ പാഠപുസ്തകങ്ങൾ ചിട്ടപ്പെടുത്തി എടുക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ എന്താണ്, ആത്മഹത്യാപരം എന്നാണ് ബിനോയ് വിശ്വം ഇതിന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ജനം ബിനോയ് വിശ്വത്തിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പോയി ആത്മഹത്യക്ക് തുല്യമല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നിപ്പോൾ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നു. ബിനോയ് വിശ്വം ഇന്നലെ ആദ്യം ഉണ്ടായിരുന്ന യഥാർത്ഥ CPI-കാരനെ അല്ല ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇന്ന് അയഞ്ഞ ഒരു ബിനോയ് വിശ്വത്തെ, ഇതിനിടയ്ക്ക് ചിഞ്ചു റാണിയും രാജനും ഈ ഒരു മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് വരുന്നു. അതിനെ വളരെയധികം വിമർശിക്കുകയാണ് മറ്റ് 2 മന്ത്രിമാർ. അപ്പോൾ ഇത്തരത്തിൽ എന്ത് പറയുന്നത്, 2 ഭാഗമായിരിക്കുന്നവർ അവിടെ തന്നെ. പിന്നെ ഈ പറയുന്നത് പോലെ അണികളും മറ്റുള്ള നേതാക്കന്മാരെല്ലാം, CPI-യിലെ നേതാക്കന്മാരെല്ലാം ഒന്നടങ്കം പറയുന്നുണ്ട് ഇതിനെ അനുകൂലിക്കരുത്. ഒന്നുകിൽ PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറണം, അല്ലെങ്കിൽ CPI-യുമായിട്ട് ഇനി യാതൊരു ബന്ധത്തിനും പോകണ്ട എന്നുള്ളത്, 4 മന്ത്രിമാർ രാജിവെക്കണം എന്നുള്ളത്. ഇത് എത്രമാത്രം ബിനോയ് വിശ്വം ഇനി അത് ഏറ്റെടുക്കും എന്നുള്ളത്, അങ്ങനെയെങ്കിലും ബിനോയ് വിശ്വത്തെ പാർട്ടി ഒറ്റപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. കാരണം ഇതിനു മുന്നേ പല കാര്യങ്ങളിലും CPI ഒരു തിരുത്തൽ പാർട്ടിയാണ്, CPM-ൻ്റെ തിരുത്തൽ പാർട്ടി എന്ന് പറയുമ്പോഴും ഇപ്പോൾ CPI-യുടെ കൈകളിൽ പോലും CPM നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ പിണറായി വിജയൻ CPM-ലെ മറ്റുള്ള നേതാക്കന്മാരുടെ കൈ പോലും നിൽക്കാതെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി കേന്ദ്രവുമായിട്ട് എന്ത് അജണ്ടയാണ് പിണറായി വിജയൻ എന്നുള്ളത് പ്രതിപക്ഷവും വാതോരാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളും എന്താണ് ഇവർ തമ്മിലുള്ള ഒരു CJP കൂട്ടുകെട്ട് എന്താണ് ഇപ്പോൾ വരുന്നത്, മറ്റുള്ള നേതാക്കന്മാരെ അറിയുന്നില്ലേ എന്നുള്ളൊരു ചോദ്യങ്ങൾ. അപ്പോൾ ഇതെന്തായാലും വല്ലാണ്ട് പുകഞ്ഞു മറിഞ്ഞു കുഴഞ്ഞിരിക്കുകയാണ്. ഇനി ഒരിക്കലും ഇപ്പോൾ പൊതുമധ്യത്തിൽ CPI, ഇപ്പോൾ CPI-ക്ക് ഉള്ളിൽ ബിനോയ് വിശ്വത്തിന് ആഗ്രഹമുണ്ട് ഇത് എങ്ങനെയെങ്കിലും തേച്ചു മാച്ച് ഇനി തെരഞ്ഞെടുപ്പ് വരുന്നു, ഇതിൽ നിന്ന് പിന്മാറിയ കോൺഗ്രസിലേക്ക് മാറുകയാണെങ്കിൽ രണ്ടാം കക്ഷിയായിട്ട് മുസ്ലിം ലീഗ് അവിടെ കോൺഗ്രസിൽ നിൽക്കുകയാണ്, ഒരു 3-ാം കക്ഷിയായിട്ട് തങ്ങൾക്ക് പോകുന്നത് ശരിയല്ല. അതിന് അത്തരത്തിൽ കാരണം ഇപ്പം കോൺഗ്രസ് കഴിഞ്ഞാൽ UDF കഴിഞ്ഞാൽ പിന്നീട് വരുന്ന മുസ്ലിം ലീഗാണ്. പിന്നീട് ഒരു കക്ഷിയായിട്ട് CPI-ആയിട്ട് പോകാൻ, ഒരു 3-ാം തരക്കാരനായിട്ട് പോകാൻ താല്പര്യമില്ല CPI-ക്ക്. അതുകൊണ്ട് ഇനി എന്നാൽ ഇവിടെ തന്നെ CPM-ൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്നതാണ് നല്ലത്. വരുന്ന തെരഞ്ഞെടുപ്പ് വരുന്നു, വലിയ കടുകട്ടി തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഇങ്ങനെ അങ്ങ് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് ബിനോയ് വിശ്വത്തിൻ്റെ അഭിപ്രായം. പക്ഷേ ഇത് അണികൾ പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റിൻ്റെ യഥാർത്ഥ നേതാക്കന്മാർ ഇങ്ങനെ നിൽക്കുമോ? അവർ പറയുന്നത് തല പോയാലും വേണ്ടില്ല, നല്ലൊരു നട്ടലുണ്ടല്ലോ, ആ നട്ടല് ഉയർത്തി തന്നെ നിൽക്കണമെന്ന്. അത് എത്രമാത്രം ബിനോയ് വിശ്വത്തിന് നട്ടല് ഇച്ചിരി കുറവാണ്. അതിപ്പോൾ ഇന്ന് ഏതോ ഒരു മാധ്യമത്തിൽ പറഞ്ഞു LDF-ൻ്റെ എല്ലാം ഇപ്പോൾ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇപ്പം നട്ടലിനാണ് പ്രശ്നമായിട്ടുള്ളത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നട്ടലില്ല എന്നുള്ളത് പലയിടത്തും വളയുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ ഇതനുസരിച്ച് വളഞ്ഞതുകൊണ്ടാണല്ലോ PM ശ്രീയിൽ ഒപ്പിട്ടത്. ഇപ്പോൾ എത്ര കോടി രൂപ കിട്ടാനുണ്ട് എല്ലാവരും പറയാറുണ്ടോ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇതല്ലേ കിട്ടുന്നത് വാങ്ങിച്ചെടുക്കുകയല്ലേ ചെയ്യണ്ടേ? ഇതൊക്കെ പറയുമ്പോഴും നട്ടലുള്ള സ്റ്റാലിനെ കണ്ടുപഠിക്കാനായിരിക്കും ഞാൻ പറയുന്നത്. കാരണം അവിടെ നിന്ന് ഇപ്പോൾ 538 കോടി രൂപ വാങ്ങിയെടുത്തു, അതാ നിയമപരമായിട്ട് പോയി വാങ്ങിയെടുക്കണം. നമുക്ക് ഇപ്പം കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ സംസ്ഥാനം ഭരിക്കുന്നതാണെങ്കിലും ഇതൊക്കെ ഈ ഫണ്ടെന്ന് പറയുന്നത് ഓരോ ജനത്തിൻ്റെ വേർപ്പിൻ്റെ കൂലിയാണ് അല്ലേ, അവർ ടാക്സ് കൊടുക്കുന്ന നികുതിയാണ്. നികുതി മാത്രമല്ല പ്രവാസികളുടെ തുകയുണ്ട്. അങ്ങനെ പല രീതിയിൽ ജനം കഷ്ടപ്പെടുന്നതിൻ്റെ നികുതിയും മറ്റുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത്. അല്ലാതെ ഇങ്ങനെ അടിച്ചിറക്കി കൊണ്ടുവരുന്നതൊന്നും അല്ലല്ലോ. അപ്പം ഈ ഒരു ഫണ്ട്
കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ. അല്ലാതെ ഇവരുടെയൊന്നും കുടുംബ സ്വത്തോ ഇവരുടെയൊന്നും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതല്ലല്ലോ. ഇപ്പോൾ കേന്ദ്രമാണെങ്കിൽ തന്നെയും കേരളത്തിന് ഫണ്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അത് മോദിയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഫണ്ടല്ല. ഇത് ഓരോ ജനത്തിൻ്റെ വേർപ്പിൻ്റെ ഫണ്ടാണ്, ജനത്തിൻ്റെ പൈസയാണ്. ജനത്തിൻ്റെ പൈസ കേരളത്തിന് തരണം. അത് കൃത്യമായിട്ട് വാദിച്ചെടുക്കണം, കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യണം. അങ്ങനെയാണ് CPM എന്ന് പറയുന്ന പാർട്ടിയെ ഇവിടെ ജനം ജയിപ്പിച്ചു വിട്ടേക്കുന്നത്. അല്ലാതെ BJP പറയുന്ന എല്ലാം കേട്ട്, കേന്ദ്രം പറയുന്ന എല്ലാം കേട്ട് നടു താങ്ങി വളഞ്ഞിരിക്കുന്ന പാർട്ടിയായിട്ട് പോകാനല്ല. അപ്പം അത് നേടിയെടുക്കാതെ ഇവിടെ കിടന്നുകൊണ്ട് ഫണ്ട് കിട്ടാനുള്ള വാങ്ങിച്ചെടുക്കുക. എന്തിനാണ് ഇനി 6 മാസമുള്ള ഫണ്ട് വാങ്ങിച്ചെടുക്കേണ്ട കാര്യം? ഇത്രയും നാൾ നിങ്ങൾ ഭരിച്ചു, ഇനി 6 മാസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ ജയിക്കുവാണെങ്കിൽ ബാക്കി എടുത്താൽ പോരെ. ഇതിപ്പോൾ കുട്ടികളുടെ ഭാവിയും കൂടെ അരക്ഷിതമാക്കിക്കൊണ്ട് എന്തിനാണ് ഈ ഫണ്ട് എടുക്കുക? ഈ 1000 കോടി കൃത്യമായിട്ട് വിനിയോഗിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. GDPയുടെ 6% അധികം ബഡ്ജറ്റ് നീക്കിയിരിക്കുന്നതിൽ എത്ര ശതമാനമാണ് ഇവിടെ ഓരോ കാര്യത്തിനും വിനിയോഗിക്കുന്നത്? 2% വിനിയോഗിച്ചിട്ട് അതിൻ്റെ കൃത്യമായിട്ട് ഓഡിറ്റ് കൊടുത്തിട്ട് ഫണ്ട് വാങ്ങിക്കാറുണ്ടോ കേരളം? ഇല്ല. അതിൻ്റെ നമ്മൾ കാണാനുള്ള ആരോഗ്യ മേഖലയിൽ ഫണ്ട് കിട്ടുന്നില്ല, വയനാട് ദുരന്തം ഫണ്ട് കിട്ടുന്നില്ല. എന്താണ്? കണക്ക് കൃത്യമായിട്ട് കേന്ദ്രത്തിന് കൊടുക്കുന്നില്ല. ഈ കൃത്യമായിട്ട് വിനിയോഗിച്ചാലല്ല കേന്ദ്രത്തിന് കണക്ക് കൊടുക്കാൻ പറ്റും. വയനാട്ടിൽ എന്തുകൊണ്ടാണ് വയനാട്ടിൽ ടൗൺഷിപ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു? എന്തുകൊണ്ട്? അത് കൃത്യമായിട്ട് ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തു. അതിന് എത്ര രൂപ? ഇത് വകയിരുത്തി വെക്കുന്ന കണക്കുകൾ എവിടെ കൊടുക്കണം? ഓഡിറ്റ് സഹിതം ആരെ ഏൽപ്പിക്കണം? കേന്ദ്രത്തിനെ ഏൽപ്പിക്കണം. ഇന്നാക്ക് കോൺട്രാക്റ്റ് കൊടുത്തു, അതിൻ്റെ എഗ്രിമെൻറ്റ് ഇന്നാക്ക് ഇതിന് കൊടുത്തു, അതിൻ്റെ എഗ്രിമെൻറ്റ് ഇന്ന ഫണ്ടിന് ഇത്ര രൂപ ചിലവായി. ഇത് കൃത്യമായിട്ട് വകയിരുത്തി അതിന് വേണ്ടുന്ന ആൾക്കാരെ, ഉദ്യോഗസ്ഥരെ ഇറക്കിയിട്ട് ഇത് ആർക്ക് കൊടുക്കണം? ഈ കൃത്യമായിട്ടുള്ള കോൺട്രാക്റ്റ് ഡീറ്റെയിൽസ് കേന്ദ്രത്തിന് കൊടുത്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ് ചെയ്ത് എന്ത് വാങ്ങിക്കണം? ഫണ്ട് വാങ്ങിയെടുക്കണം. അതിന് ഈ മറ്റേ ഗവൺമെൻറ് സർക്കാർ ജോലിക്കാർ തിന്നിങ്ങനെ നടന്നാൽ പോരാ, അവരെ പണിയെടുപ്പിക്കണം. അതിൻ്റെ ചുമതലയാണ് ആർക്ക് കൊടുത്തേക്കുന്നത്? മുഖ്യമന്ത്രിക്ക് കൊടുത്തേക്കുന്നത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തേക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെ അവിടെ ഇരുത്തി അല്ല പണി, അവരെയും കൂടെ പണിയെടുപ്പിക്കണം. പണിയെടുപ്പിക്കാതിരുന്നാൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടത്തില്ല. ഇപ്പോൾ ആയുഷ്മാൻ മറ്റേ പദ്ധതി ആരോഗ്യ വകുപ്പില്ല. മാത്രമല്ല ഈ കേന്ദ്രത്തിൻ്റെ എന്തെല്ലാം പദ്ധതികൾ ഇപ്പോൾ ഫിഷറീസിൽ ഏതെല്ലാം പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ, അതിനൊന്നും ഒരു കുഴപ്പമില്ലേ? അപ്പം കൃത്യമായിട്ട് നല്ല പദ്ധതികളാണെങ്കിൽ അത് നടപ്പിലാക്കുക. ഇപ്പോൾ PM ശ്രീ 2024 ഒപ്പിട്ട വിദ്വാൻമാരാണ് അന്ന് കോലാഹലം എടുത്തേ. ഞങ്ങൾക്കൊക്കെ കൊക്കിന് ശ്വാസം ഉണ്ടെങ്കിൽ കാവ്യവൽക്കരണം നടക്കൂല എന്ന്. ഇപ്പം താണ്ട് എന്തായി? അത് 3 വർഷം മുമ്പേ ഒരു പക്ഷേ ഈ പദ്ധതിയിൽ ഒപ്പിട്ടത് ഇന്ന് നല്ല സ്കൂളുകൾ വന്നേനെ. ഇപ്പം 3 വർഷം പിള്ളേരെ പോയില്ലേ? അപ്പം ഇതൊക്കെ വെറുതെ ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പൈസ എടുക്കണം, ഇതെടുക്കണം. ഇനി വരുന്നത് ഇവരല്ല എന്നുള്ളത് ഇവർക്ക് പൂർണ്ണമായിട്ട് അറിയാം. ഇവരെന്തായാലും ഇനി കയറില്ല എന്ന് ഇവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇനി കയറുന്നവന് കുറച്ചധികം ബർഡൻ ഇട്ട് കൊടുക്കാം. എന്തായാലും ഇനി കോൺഗ്രസ്സിൽ കയറുന്നത്, കോൺഗ്രസ് കയറുമ്പോഴേ നടു തളർന്ന് അടിച്ചൊടിച്ചിട്ടിരുന്ന കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റും. എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേന് കൊടി പിടിക്കും. എന്തേ ജനത്തിന് കൊടുത്തില്ല? എന്തേ കടത്തിമേ ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. ഒന്ന് ആലോചിച്ചു. നമ്മുടെ വീട്ടിൽ ഒരു വാടകക്കാരെ നമ്മൾ കൊണ്ടുവന്ന് താമസിച്ചിട്ട് നമ്മുടെ വീട് മൊത്തം എന്താ പറഞ്ഞേ തരിപ്പണമാക്കി ഒരു പരുവാക്കി ഇട്ടിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. ഒന്നേന്ന് നമുക്ക് തുടങ്ങണമല്ലേ? ഇനി വൃത്തിയാക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യാതെ നമുക്ക് താമസിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് തന്നെയാണ് ഇനി കയറി വരുന്ന കോൺഗ്രസ് ആണ് ജയിക്കുന്നതെങ്കിൽ കയറി വരുന്ന കോൺഗ്രസിൻ്റെ ഗതികേട് ഇപ്പതാണ്. ഓരോ കുട്ടിയും ജനിച്ച് വീഴുന്ന കുട്ടിക്ക് 3 ലക്ഷത്തിൽ പുറത്ത് രൂപ കടക്കാരനായിട്ടാണ് ജനിച്ച് വീഴുന്നത്. അത്തരത്തിലാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. ഏതായാലും CPI ഇനി ഏത് തരത്തിൽ ഇതിൻ്റെ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് ബിനോയ് വിശ്വത്തിൻ്റെ കൈകളിലാണ്. പക്ഷെ ബിനോയ് വിശ്വം CPM പിണറായി വിജയൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഒരു അടിവരയിട്ട് ഉള്ള നേതാക്കന്മാർ പറയും. പക്ഷെ കൃത്യമായിട്ട് CPIക്കകത്ത് നല്ല രീതിയിൽ ബിനോയ് വിശ്വത്തിനെതിരെ തന്നെ, പിണറായിക്കെതിരെ തന്നെ ഒരു വല്ലാത്ത ചർച്ച നടക്കുന്നുണ്ട്. ഒരു തരത്തിലും നിങ്ങൾ CPM പറയുന്നത് പോലെ കേൾക്കരുത്, പിൻവലിയണം, മന്ത്രിമാർ രാജിവെക്കണം, നമുക്കിതിൽ നിന്ന് വേണ്ട എന്നുള്ള രീതിയിൽ കടുത്ത തീരുമാനം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എടുക്കുന്നുണ്ട്. അതിനി ചർച്ച 3:30 മാധ്യമങ്ങളെ വിളിക്കും. ചർച്ചയിൽ നമുക്ക് കാണാം.